എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ഊണിൻ്റെ റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു വലിയ ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ പച്ചടിക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ കടുകും പിന്നെ ഇത് അരയാൻ ആവശ്യമായ ഒരു 1/4 കപ്പ് തൈരൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പച്ചടിയിലേക്ക് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഈ പച്ചടി തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ പച്ചടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കടുകൂടെ പൊട്ടിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെക്കാം. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കടുക് പൊട്ടിച്ചത് നമുക്ക് പച്ചടിയിലേക്ക് ചേർക്കാം. നല്ല അടിപൊളി ബീട്രൂട്ട് പച്ചടി തയ്യാർ. ഇനി ഞാൻ അടുത്തത് തയ്യാറാക്കാൻ പോകുന്നത് ക്യാബേജും ക്യാരറ്റും വെച്ചുള്ളൊരു തോരനാണ്. അതിനായി ഒരു ക്യാബേജിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത്, ഒരു സബോള ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റും കൂടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചെറുപയർ പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും സബോളയും കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ, 3 ചുമന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ പച്ചക്കറികളൊക്കെ പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ക്യാരറ്റും ക്യാബേജും വെച്ചുള്ള തോരനും റെഡി. അടുത്തായിട്ട് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയാണ്. അതിനായിട്ട് ഒരു 1.5 കപ്പ് ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുക. പരിപ്പിൻ്റെ ഒപ്പം നിൽക്കാത്ത രീതിയിൽ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ച് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അരപ്പ് തയ്യാറാക്കാനായി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, ഇനി ഇത് അരയാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു രസം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചീനിച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഉലുവയെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി നല്ല ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായവും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് വഴഞ്ഞ് പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്കൊരല്പം വെള്ളം കൂടെ ചേർത്ത് തക്കാളി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന രസവും തയ്യാറായിട്ടുണ്ട്. പരിപ്പ് 2 വിസിൽ വന്ന് ഓഫാക്കി ആവിയെല്ലാം പോയതിന് ശേഷം ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത പരിപ്പിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയും ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. പരിപ്പ് കറിയിലേക്കുള്ള കടുക് പൊട്ടിക്കാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ ചുവന്നുള്ളി അരിഞ്ഞതോടെ ചേർക്കാം. ചുവന്നുള്ളി നല്ല ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി ഈ കടുക് പൊട്ടിച്ച് നമുക്ക് പരിപ്പ് കറിയിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പരിപ്പ് കറിയും റെഡി. ഇനി ഞാനൊരു ഉണക്കമീൻ വറുത്താണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് ഉപ്പെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാന്തളാണിത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ മീൻ വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങളായി വെച്ച് കൊടുക്കാം. ഇനി ഈ മീനിൻ്റെ ഒരു വശം വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞൊരു ബ്രൗൺ നിറമാകുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറിച്ചിട്ട വശം കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ മീനിൻ്റെ 2 വശവും മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ വറുത്തതും റെഡിയായി. ഇനി നമുക്ക് ചോറ് വിളമ്പാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ചോറിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് കറി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സൈഡിലായി നമ്മൾ ഉണ്ടാക്കിയ ക്യാരറ്റ് ക്യാബേജ് തോരൻ, പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി, ഉണക്കമീൻ വറുത്തത്, ഒരു പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കിയ രസവും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല നാടൻ ഊണ് തയ്യാർ. വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.